വെൽക്കം ബാക്ക്. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വേറെ ഒന്നുമില്ല, നമ്മുടെ ഫേസിലുള്ള പീരിയഡ്സിന് ശേഷമുള്ള എന്തെങ്കിലും പിമ്പിൾസിൻ്റെ അടയാളങ്ങൾ, പിന്നെ അതേപോലെ തന്നെ ടാന്, അതെല്ലാം റിമൂവ് ചെയ്യുന്ന ഒരു ഹോം റെമഡിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ എടുത്തുള്ളത് അരിപ്പൊടിയാണ്. പിന്നെ കുറച്ച് തേൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു തക്കാളിയുടെ പകുതി കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഫേസിനിപ്പോൾ ആദ്യം നിങ്ങളുടെ ഫേസിന് പാല് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പാല് യൂസ് ആക്കാവുന്നതാണ്. അതല്ല തൈരാണെന്നുണ്ടെങ്കിൽ തൈര് യൂസ് ചെയ്യാം. എന്തിന് പകരം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വാട്ടറാണ്, നോർമൽ വാട്ടറാണ് എടുത്തിട്ടുള്ളത്. അതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ പാല് വേണമെങ്കിലും തൈര് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഈ തക്കാളി നീര് നല്ല രീതിക്ക് ഈ ഒരു മിക്സിൽ പിഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, തക്കാളിയുടെ ആ ഒരു പീസ് ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് നോർമൽ വെള്ളം യൂസ് ചെയ്തിട്ടാണ് ഞാനിത് മിക്സാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പാലോ തൈരോ യൂസ് ആക്കാവുന്നതാണ്. എന്നിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ ഒരു ഫേസ് മാസ്ക് കിട്ടേണ്ടത്. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ നല്ലൊരു സ്ക്രബാണിത്. നമ്മൾ വെയിലടിച്ചിട്ടൊക്കെയുള്ള ടാന് റിമൂവ് ചെയ്യാൻ, പിന്നെ കണ്ണിന് താഴെയുള്ള ആ ഒരു ബ്ലാക്ക് കളർ റിമൂവ് ചെയ്യാൻ, അതിനൊക്കെ ഇത് സഹായിക്കുന്നതാണ്. നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാം ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് 2 ദിവസം മുന്നേ തന്നെ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കറ്റാർവാഴ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഫേസ് മാസ്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല എഫക്റ്റീവാണ്, നല്ല റിസൾട്ട് കിട്ടും. പിന്നെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാസ്ക് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് എന്ത് ചെയ്യുക, ആദ്യം നമ്മുടെ ഫേസ് നല്ല രീതിക്കൊന്ന് നോർമൽ വാട്ടർ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. ഒന്ന് വാഷ് ചെയ്തിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. അതിന് ശേഷമാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് നല്ല രീതിക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ചെറിയ രീതിയിൽ എന്ത് ചെയ്യുക, നമ്മുടെ കൈ വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് കണ്ണിൻ്റെ താഴെ, അതേപോലെ മൂക്കിൻ്റെ സൈഡ്, പിന്നെ നമ്മുടെ ലിപ്പിൻ്റെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ പല ഷെയ്ഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ അധികവും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ ചുണ്ടിലൊരു ഡാർക്ക് കളർ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നല്ല രീതിക്ക് ഇത് അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ നല്ലൊരു സ്ക്രബ് കൂടെയാണ്. അപ്പോൾ നമ്മളിത് ഈ ലിപ്പിൻ്റെ സൈഡിൽ എന്ത് ചെയ്യുക, സ്ക്രബ് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് ആ ഒരു ബ്ലാക്ക് കളറിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഈ മാസ്ക് ഏറ്റവും കൂടുതൽ ഒന്ന് ചെറിയ രീതിക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് കണ്ണിൻ്റെ താഴെയുള്ള ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ അവിടെ നമ്മൾ ചെറിയ രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. അപ്പോൾ അത് കാരണം തന്നെ നമ്മുടെ കണ്ണിൻ്റെ താഴെയുള്ള ആ ഒരു ബ്ലാക്ക് കളർ റിമൂവ് ചെയ്യാനും, പിന്നെ അതേപോലെ നമ്മുടെ സ്ട്രെസ് അതിനൊക്കെ ഒരു നല്ല രീതിക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടും മസാജ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്തിട്ട് കൈ വെച്ചിട്ടൊന്ന് ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് ശേഷം ആ ഒരു തക്കാളിയുടെ പകുതി പീസ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ചെറുതായിട്ട് എന്ത് ചെയ്യുമെന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലിപ്പ്, കണ്ണിൻ്റെ ഏരിയ, മൂക്കിൻ്റെ ഏരിയ ഇത്രയും നല്ല രീതിക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നേരം നമ്മുടെ ഫേസിൽ ഈ ഒരു മാസ്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് 5 മിനിറ്റിന് ശേഷം എന്ത് ചെയ്താൽ മതി, ഫേസ് നല്ല രീതിക്കൊന്ന് വാഷ് ചെയ്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഫേസിൽ ഈ ഒരു മാസ്ക് നമ്മൾ ആഴ്ചയിൽ ഒരു 3 തവണ കണ്ടിന്യൂസ് ആയിട്ട് 3 തവണ ആഴ്ചയിൽ റെഗുലറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എഫക്റ്റ്, നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് തന്നെ നമ്മുടെ മുഖത്തുള്ള ടാനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിമൂവ് ആക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഞാനിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്ത് മാത്രമേ ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ തന്നെ നെക്കിൻ്റെ സൈഡിലും അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ ഞാനിതിൻ്റെ ബാലൻസ് ചെയ്യുന്നുണ്ട്, കൈകളിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ 5 മിനിറ്റിന് ശേഷം നല്ല രീതിക്ക് വാഷ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ സ്ക്രബ് ചെയ്തിട്ടാണ് വാഷ് ചെയ്ത് കളയുന്നത്. അപ്പോൾ നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കളറ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളാണ്, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.